പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നമ്മുടെ സഭായോഗം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനേ സ്തോത്രം, 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 സ്തോത്രം. അല്പനിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അല്പനിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രത്തോടെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കണ്ണിലെ കൃഷ്ണമണി പോലെ അവൻ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നമുക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ഈ പകലിൽ നമ്മെ ഓരോരുത്തരും ദൈവം കൂട്ടിവരുത്തിയല്ലോ, ആരാധനയ്ക്കായി കൂട്ടിവരുത്തിയല്ലോ, പ്രാർത്ഥനയ്ക്കായി കൂട്ടിവരുത്തിയല്ലോ. അമ്മയെ നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതേ. സ്തോത്രം, ഹല്ലേലൂയ. ഉപകാരങ്ങളൊന്നും മറക്കാത്തവരായി ദൈവസന്നിധിയിൽ ഹൃദയം നിറഞ്ഞ് സ്തോത്രം ചെയ്യുവാൻ, ദൈവസന്നിധിയിൽ ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുവാൻ ഒരു നിമിഷം നമ്മുടെ അധരങ്ങളെ ഒന്ന് തുറന്നാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് വിശ്വസിക്കുന്നവർ, ഞാനും എൻ്റെ കുടുംബവും ഇന്നും ദൈവത്തെ സേവിച്ച് നിൽക്കുവാൻ കാരണമായത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കുന്ന ദൈവജനം സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അല്പനിമിഷങ്ങൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പകലിൽ ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ സഭയ്ക്കകത്ത് ദൈവജനത്തിൻ്റെ നടുവിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ പകലിൽ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ദൈവം നമ്മെ കേൾപ്പിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഭാരങ്ങളും സകല വേദനകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചിട്ട് സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മെ തന്നെ ഒന്ന് ഒരുക്കിയാട്ടെ. ഇന്ന് ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് ചിലത് പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാനാണ്. വെറുതെ വന്ന് വെറുതെ പോകുവാനല്ല, ചില വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ, പ്രാർത്ഥനയ്ക്ക് ചില മറുപടികൾ നേടിയെടുത്തുകൊണ്ട് മടങ്ങിപ്പോകുവാൻ, ആരാധനയുടെ നടുവിൽ ചില ബന്ധനങ്ങൾ പൊട്ടിയവരായി, ചില കെട്ടുകൾ പൊട്ടിയവരായി സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ അവസ്ഥ ഈ ആരാധനയുടെ അകത്ത് ഈ പകലിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവനാമം ഈ പട്ടണത്തിൽ മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ഈ പകലിൽ നമ്മുടെ ആരാധനയുടെ നടുവിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വരേണ്ടതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നു. കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ സൂക്ഷിക്കുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുകയാണ്. കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ ആമേൻ സ്തോത്ര ഉപജീവനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തന്നതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും നൽകിയതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ, ഒരാഴ്ച കൂടി വിശുദ്ധിയോടും വേർപാടോടും കൂടി വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നപ്പാ. കർത്താവെ, കടന്നു വന്ന ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഒരുമിച്ച് നല്ല ഗാനങ്ങളെ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നല്ല സങ്കീർത്തനങ്ങളെ, നല്ല പ്രബോധനങ്ങളെ, നല്ല വചന ശുശ്രൂഷയെ ദൈവം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത കർത്താവെ, ഒരു ദൈവിക സാന്നിധ്യം ഈ പകലിൽ അനുഭവിച്ചും അനുഗ്രഹിക്കപ്പെടാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മന്ദതയുള്ള എല്ലാ അവസ്ഥകളെയും കർത്താവോട് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ദൈവം കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പട്ടണത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടന്തം എല്ലാ ശുശ്രൂഷകളെയും സ്വർഗം നിയന്ത്രിച്ച് നടത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. തിരുനാമ സകലത്തിന്മേലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു കർത്താവിൻ്റെ അൻപേറിയ നാമത്തിൽ തന്നെ, ആമേൻ. സ്തോത്രം. ആമേൻ. നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചില ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുന്നു.
ഇവിടെ ഇരിക്കുന്ന ആരും പാടാതിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനും ഒക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. അതുകൊണ്ട് ആരും തന്നെ മൗനമായിരിക്കരുത്. നിങ്ങൾക്കറിയാവുന്ന ഗാനങ്ങളാണ് ഇവിടെ പാടുന്നത്. അതുകൊണ്ട് തന്നെ സ്തോത്രം ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. കരങ്ങളെ അടിച്ച് പാടുവാൻ കഴിയുന്നവർ ചേർന്ന് ഒരുമിച്ച് കരങ്ങളെ അടിച്ച പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നാം എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ ചില ഗാനങ്ങൾ പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ആരാധ്യൻ യേശുപര വണങ്ങുന്നു ഞാൻ പ്രിയനെ. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം ധരിക്കുന്ന യേശുവിനെ നാം പാടി ആരാധിക്കുവാൻ പോവുകയാണ്. നമ്മുടെ രക്ഷകനായ യേശുവിനെ നാം ആരാധിക്കുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു. നമ്മുടെ നാഥനായ നമ്മുടെ മുന്നേ നടക്കുന്നവനായ നമ്മുടെ നാഥനായ നമ്മുടെ കർത്താവിനെ നമ്മൾ ആരാധിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. അവൻ്റെ മുഖം തേജസ് എഴുന്ന മുഖമാണ്. അവൻ്റെ മുഖം പ്രകാശപൂരിതമായ മുഖമാണ്. അവൻ്റെ മുഖത്തിൻ്റെ തേജസ്, അവൻ്റെ മുഖത്തിൻ്റെ പ്രഭ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമാണ്. ആരാധ്യൻ യേശുപര എന്ന മനോഹരമായ ഗാനം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രം. യേശുപരാ
കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ പാട്ട് എത്ര അർത്ഥവത്തായ ഒരു പാട്ടാണ്. ആമേൻ. തുണ എനിക്ക് യേശുവാം, എൻ്റെ യേശുവാണ് എനിക്ക് തുണയായിട്ടുള്ളത്. ആമേൻ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറവില്ല. ആമേൻ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ഇങ്ങനെയാണ് നാം പാടിയത്: അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. നാം എപ്പോഴും നമുക്ക് കാണാതെ അറിയാവുന്നൊരു സങ്കീർത്തനമാണ് 91-ാം സങ്കീർത്തനം. നാം എപ്പോഴും അത് പറയാറുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ ഈ പാട്ട് പാടിയപ്പോൾ കുറച്ചുകൂടെ ആ വാക്യവും അതെല്ലാം കൂടെ ഒന്ന് അർത്ഥവത്തായി ആഴത്തിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മൾക്ക് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. അനുദിനം തൻ്റെ നിഴലിൽ മറവിൽ ഞാൻ വസിക്കുന്നു. ആമേൻ. സ്തോത്രം. അവൻ എൻ്റെ സങ്കേതമാണ്, അവലംബവും കോട്ടയും. അവനിൽ ഈ ലോകത്തിൽ ആകുലങ്ങൾ ഉള്ളപ്പോൾ, ആമേൻ. സ്തോത്രം, അവൻ മതി നമുക്ക് ആശ്രയിപ്പാൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. വഴി നടത്തുന്ന ദൈവം. യെസ് ലോർഡ്. ഹാലെ. ഞങ്ങളുടെ ഭാവി എല്ലാം എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണല്ലോ. അങ്ങേക്ക് നന്ദി കർത്താവ്. അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഭാവി ദൈവം കരുതും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് കരമുയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ. തുടർന്ന് ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പൊതുവായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. സ്തോത്രം. അതിനായിട്ട് നമുക്ക് സമയം ദൈവസന്നിധിയിൽ വേർതിരിക്കാം. ചില വിഷയങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചില പൊതുവായ വിഷയങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വരുന്ന ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്, മറ്റ് ഭവന പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ 3 ദിവസം നടക്കുന്ന 29, 30, 31 ദിവസങ്ങൾ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്ന് ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ ആ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി നൽകുന്നതിന് വേണ്ടി ഈ 3 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ നമ്മുടെ വീട്ടു പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥന സെപ്റ്റംബർ 22 തീയതി മുതൽ തുടങ്ങുകയാണല്ലോ. ഓരോ ഭവനങ്ങളിലും ദൈവത്തിൻ്റെ വിടുതൽ അവിടെ ഇറങ്ങി വരണം. പ്രൈസ് നമുക്കത് കാണണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഓരോ വിഷയങ്ങളുടെ മധ്യത്തിലായിരിക്കും നമ്മൾ ഓരോ ഭവനങ്ങളും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്, ഉപവാസത്തോടെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ മറുപടി കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഉപവാസം എടുക്കുവാൻ കഴിയുന്നവർ അങ്ങനെ എടുക്കുന്നു, അല്ലാത്തവർ ഒരു നേരം ഒക്കെ ആഹാരം കഴിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഭവനത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥന നടക്കുന്നവരൊക്കെ ഉപവാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അതിനുള്ള ആരോഗ്യം, ശക്തിയും ഒക്കെ ദൈവം എല്ലാ കുടുംബത്തിലുള്ള എല്ലാവർക്കും ദൈവം നൽകട്ടെ. വളരെ ആത്മാർത്ഥതയോടെ നമുക്ക് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥനകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം പ്രിയ സുമി ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആദ്യം ഉച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം സുമി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ താഴ്ത്തുന്നു. ഞങ്ങളുടെ കർത്താവ് സഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. 3 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കടന്നു വന്ന കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ സന്നിധിയിലിരിപ്പാൻ തക്കവണ്ണം സമയങ്ങളെ വേർതിരിച്ചിരിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിലിരിക്കുന്നത് വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നല്ലോ. അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൽപ്പിക്കുമാറാകണമേ. സെപ്റ്റംബറിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകൾക്ക് കോട്ടേജ് മീറ്റിങ്ങിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഏതൊക്കെ ഭവനങ്ങളിൽ ഈ പ്രാർത്ഥന നടക്കുന്നു ആ ഭവനങ്ങളെല്ലാം അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ ദാസന്മാർ കാലുകുത്തുന്ന ഓരോ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അവിടെ കർത്താവേ, വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം നീട്ടുമാറാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സകലത്തെയും ചമച്ചവൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഭവനത്തിലെ ശൂന്യതകളെല്ലാം അകറ്റി ദിവസങ്ങളിൽ നിറവേണ്ട ഒരു അനുഭവം കർത്താവ് എല്ലാ ഭവനങ്ങളിലും ദൈവം കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഉപവാസ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസിമാരെ ദൈവം ബലപ്പെടുത്തുമാറാൻ പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകളൊക്കെ പാടിയ ദിവസങ്ങളിൽ ആരാധിപ്പാൻ ഹല്ലേലൂയ ഞങ്ങളെ എല്ലാ ദിവസം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. Amen. Hallelujah, 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 hallelujah. Amen. Stotram, 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 stotram. Hallelujah, hallelujah, hallelujah. യേശുവേ, ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി, ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി, ഞങ്ങളുടെ കൃപയ്ക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കിട്ടാനായി കരമുയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. അടുത്തായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പേരുടെ ഭവനങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ സഭയിലുള്ള എല്ലാ സഹോദരന്മാരും നല്ല ഭവനങ്ങളിൽ പാർക്കണം. അവരൊക്കെ നല്ല രീതിയിൽ നല്ല ഭവനങ്ങളിൽ പാർക്കണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഭവനത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിനകത്ത് അവർക്ക് കയറി താമസിക്കുവാൻ തക്കവണ്ണം
തക്കവണ്ണം ദൈവം സാമ്പത്തിക നന്മകൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജയാൻഡിയുടെ ഭവനത്തിൻ്റെ പണിയുണ്ട്. അതുപോലെ തന്നെ ശാന്തമാമ, നമ്മുടെ ജെയിംസ് ചാൻ്റെ ഭവനം, ആ ഭവനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നെടുങ്ങാടപ്പള്ളിയിലെ പ്രിയ അമ്മാമ്മയുടെ ഭവനം അവർ പണിത് തുടങ്ങി. കഴിഞ്ഞ ദിവസം മുതൽ എൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആ ഭവനത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് പ്രാർത്ഥിക്കും. നമ്മുടെ ബാബുച്ചായൻ്റെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുവാൻ പോകുന്നു. മറ്റ് ക്രമീകരണങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യുവാനുള്ള സാമ്പത്തിക നന്മകൾ ദൈവം അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിന് പ്രാർത്ഥിക്കാം. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒത്തിരി ഭവനങ്ങൾ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. നമ്മുടെ അന്നമാമ, മണിമലയിലെ അന്നമാമയുടെ ഭവനം, അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. സുനിതയുടെ ഭവനം, അത് ഒത്തിരി ഒരു പ്രയാസമേറിയ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഭവനം പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും അത് ഇടിഞ്ഞു വീഴാമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ആ ഭവനം ഇരിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് നല്ലൊരു ഭവനം ദൈവം കൊടുക്കട്ടെ. അങ്ങനെ ഒത്തിരി ഭവനങ്ങൾ നമ്മുടെ സഭയിലുള്ള ഭവനങ്ങളൊക്കെ പ്രയാസത്തിൽ ആയിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. മെയിൻ്റനൻസ് നടക്കേണ്ട ഭവനങ്ങളുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശോഭാനിയുടെ ഭവനം, അത് മെയിൻ്റനൻസ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. മഴ വരുമ്പോൾ ഒത്തിരി ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് ആ ഭവനത്തിലുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതേസമയം തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൻ്റെ പണി നടക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കാം. വാടക ഭവനങ്ങളിൽ താമസിക്കുന്നവർ, വാടക കൊടുക്കുവാൻ പൈസയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. സ്ഥലമുണ്ടെങ്കിൽ അവർക്ക് ലൈഫിൻ്റെ പദ്ധതിയിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് അതിനുവേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സ്ഥലമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. നമ്മുടെ ക്രിസ്റ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം മേടിച്ച് അതിനകത്ത് ഭവനം പണിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ ജോമോൻ, അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സഹോദരിമാർ അവർക്ക് ഭവനമില്ല, സ്ഥലമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ 2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഭവനത്തിന് പണി നടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെയിൻ്റനൻസ് നടക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭവനമില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, കരമൊക്കെ ചേർത്ത് പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ കടന്നു വരുന്ന ഒരു വ്യക്തി പോലും ഭവനമില്ലാതിരിക്കാൻ പാടില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും ഒക്കെ എൻ്റെ കർത്താവിനുള്ളതാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവം അത് നമുക്ക് നൽകുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് പാടിയതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ലോർഡ്. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം, ഭാവനയിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഭവനങ്ങളെല്ലാം പൂർത്തീകരിച്ച് അതിനകത്ത് അവർ കയറി താമസിക്കുന്നത്, സ്ഥലം മേടിക്കുന്നത്, ഭവനം പണിയുന്നത് ഒക്കെ നമ്മൾ ഭാവനയിൽ കണ്ടുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരും ഒന്ന് വിഷമിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിങ്ങൾ ആരും ഇരിക്കുന്നു, ഉണർവോടുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, വിശ്വസിച്ചുകൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കുഞ്ഞുകുട്ടി ചായനായിരിക്കും ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആദ്യം നമ്മൾ ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിന് ശേഷം പ്രിയ കുഞ്ഞുകുട്ടി അപ്പച്ചൻ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരുമിച്ച് ചേർന്ന് നമുക്ക് വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ പണി നടക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിൽ കയറി താമസിക്കുവാൻ തക്കവണ്ണം ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. ഹല്ലേലൂയ. ഭവനത്തിന്റെ മെയിൻ്റനൻസ് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, അതിനുവേണ്ടി കർത്താവേ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. കർത്താവേ, സാമ്പത്തിക നന്മകൾ ഒരുക്കി കൊടുക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്ഥലമില്ലാത്തവരുണ്ട്, കർത്താവ് സ്ഥലം കൊടുക്കുമാറാകണമേ. സ്ഥലം മേടിക്കുവാൻ ആവശ്യമായ സാമ്പത്തിക നന്മകൾ ദൈവം കൊടുക്കുവാൻ പ്രാർത്ഥന, നല്ല സ്ഥലങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ. നാഥ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വാടക ഭവനങ്ങളിൽ താമസിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്ക് പുത്തൻ വഴികളെ ദൈവം തുറന്നു കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ യേശു ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിൽ വസിക്കുന്നവരും ഒക്കെ കോപയ്ക്കുള്ളതാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന കർത്താവേ. ഹല്ലേലൂയ. നല്ല സ്ഥലങ്ങളെ ദൈവം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, നല്ല ഭവനങ്ങളെ ദൈവം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. യെസ്. ആമേൻ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യെസ് ലോർഡ് ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Yes, Lord Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ ചെയ്യണം.
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി എല്ലാവരെയും കാണുവാനും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ പ്രാർത്ഥനയായി ആരാധനയായി കടന്നു വരുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുകയാണ്. നമുക്ക് കറണ്ട് ഇപ്പോഴില്ല, നമ്മുടെ ഇൻവേർട്ടറുകളാണ് ഈ ലൈറ്റും ഫാനും ഓടുന്നത്. അതുകൊണ്ടാണ് മൈക്ക് പ്രവർത്തിക്കാത്തത്. സ്തോത്രം. ഞാൻ മൈക്ക് പിടിച്ചിരിക്കുന്നത്, ഈ മൈക്കിലൂടെ പറയുന്നത് ലൈവിലുള്ളവർക്ക് കേൾക്കാൻ പറ്റും. കാരണം കമ്പ്യൂട്ടർ ഓണാണ്, മൈക്ക് ഓണാണ്, അതുകൊണ്ടാണ് മൈക്ക് ഉപയോഗിക്കുന്നത്. സ്തോത്രം. ആരും ചിന്തിക്കരുത്, കറണ്ട് ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിലും എന്തിനാണ് പാസ്റ്റർ ഇത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് ആരും ചിന്തിക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. നമ്മൾ ഇന്ന് യൂത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ, അവസാനത്തെ അരമണിക്കൂർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാമുകൾ എഴുതി കൊടുത്തിട്ടില്ല എങ്കിൽ ഇതിന് ശേഷം 2-3 മിനിറ്റ് ആരാധനയ്ക്ക് ശേഷം നൽകുന്നതായിരിക്കും. ആ സമയത്ത് പേര് കൊടുക്കണം. സ്തോത്രം. യൂത്ത് മീറ്റിംഗ് കറക്റ്റ് 12:45 കഴിയുമ്പോൾ അവസാനിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ ആരാധന ഇന്ന് തുടങ്ങിയത് 10 മണിക്കാണ്. 1-2 കാരണങ്ങളാണ്. നമ്മൾ എല്ലാ ആഴ്ചയിലും 10:30 തുടങ്ങി 1 മണിക്കാണ് ആരാധന നിർത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും സാക്ഷ്യമുള്ള സമയങ്ങളും കർത്തൃമേശയുള്ള സമയങ്ങൾ, യൂത്ത് മീറ്റിംഗ് ഉള്ള സമയങ്ങളൊക്കെ 1-1:30 ആയാലും പലപ്പോഴും നമ്മുടെ ആരാധന അവസാനിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആരാധന നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ദൂരേന്ന് ചിലരൊക്കെ ആരാധനയ്ക്ക് ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്കും മടങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അനുസരിച്ചാണ് 10 മണിക്കൊരു സമയം നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ ഇനിയും മുന്നോട്ടുള്ള സമയങ്ങളൊക്കെ നല്ല ചൂടുള്ള കാലമാണ്. കഴിഞ്ഞ പ്രാവശ്യവും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ നല്ല ചൂടായിരുന്നു. ആ സമയം വരുമ്പോൾ 1 മണി 1:30 കഴിഞ്ഞ് ഇവിടുന്ന് തിരികെ മടങ്ങി പോകുമ്പോൾ എല്ലാവരും ഭവനത്തിൽ ചെല്ലുന്നത് വളരെ അവശരായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അല്പം നേരത്തെ ആരംഭിക്കുകയാണെങ്കിൽ നേരത്തെ നിർത്താൻ കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനൊരു ക്രമീകരണം ചെയ്യുന്നത്. സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയമാണ്. നമ്മൾ വായിച്ചത് 27-ാം സങ്കീർത്തനമാണ്. 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതിനുശേഷം മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? സ്തോത്രം. ഈ സങ്കീർത്തനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ്. എൻ്റെ ആത്മീയ ജീവിതത്തെ ഏറ്റവും അധികം പ്രകാശിപ്പിച്ചിട്ടുള്ള, ഏറ്റവും അധികം ജീവനോടെ നിലനിർത്തിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. സ്തോത്രം. എത്ര വലിയ സൈന്യങ്ങൾ നമ്മുടെ നേരെ ഇറങ്ങിയാലും, എത്ര വലിയ ക്ഷമിക്കുന്ന പ്രശ്നങ്ങൾ ഞാനല്ല നേരിടുന്നത്, എൻ്റെ കൂടെയുള്ള ദൈവമാണത് നേരിടുന്നത്. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ പോകുകയാണ്. നിങ്ങളല്ല നേരിട്ടത്, നിങ്ങളല്ല ഇതിനോട് എതിർത്ത് നിന്നത്,
ദൈവത്തിൻ്റെ ശക്തിയായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നമ്മുടെ ഭവനങ്ങൾക്കകത്ത് ചലിക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ നേരിടേണ്ട വിഷയങ്ങൾ നമ്മളല്ല നേരിടാൻ പോകുന്നത്, നമ്മുടെ ദൈവം അതിനെ നേരിടാൻ പോകുകയാണ്. നമ്മൾ പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ നമുക്ക് വേണ്ടി പരിഹരിച്ചു തരുവാൻ സ്വർഗം നമ്മുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. സ്തോത്രം. അത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതാണ് ഇവിടെ ദാവീദ് പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും, ഞാൻ നിർഭയനായിരിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക. നമുക്ക് പ്രത്യാശ വെക്കുവാൻ ഒരിടമുണ്ട്. അത് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്നിടമല്ല, അത് നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നിടമാണ്, അത് നമ്മുടെ പ്രത്യാശയ്ക്ക് കാരണമാകുന്നിടമാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം. ദൈവത്തിൽ പ്രത്യാശ വെക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം ചിലർക്ക് സ്തോത്രം കഷ്ടതയുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം, ആമേൻ. നിങ്ങൾ തന്നെ നിങ്ങളോട് പറയും, എനിക്ക് ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയത്തില്ല, ഈ ധൈര്യം എങ്ങനെ ഉണ്ടായി എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. അങ്ങനെ പറയുവാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തരുമ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഈ ധൈര്യം എനിക്ക് എൻ്റെ ദൈവം തന്നതാണ്. ഹല്ലേലൂയ. ഈ ഉറപ്പ് എനിക്ക് എൻ്റെ ദൈവം തന്നതാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. നമുക്ക് വീണ്ടും ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. ഓക്കെ. മതി. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നിത്യപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ഇതിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി, കർത്താവേ, ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ ഈ പകൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം സകലത്തിന്മേലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു കർത്താവിൻ്റെ അൻപേറിയ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരും ഈ വേദഭാഗം എടുത്തുവെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ പേനയുണ്ടെങ്കിൽ ദയവായിട്ട് അണ്ടർലൈൻ ചെയ്യാൻ കഴിയുന്ന ബൈബിൾ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ, 2-ാമത്തെയും 3-ാമത്തെയും വാക്യമാണ് നമ്മൾ വായിച്ചത്. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ അബ്രാഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. സ്തോത്രം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നമ്മൾ അബ്രാഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശ്രേഷ്ഠമായ
അനുഗ്രഹമേറിയ പ്രചോദനാത്മകമായ ചിന്തകൾ അബ്രാഹാമിൻ്റെ ജീവചരിത്രത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അബ്രാഹാമിന് മുമ്പും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത ദൈവഭക്തന്മാർ ഉണ്ടായിരുന്നു. അബ്രാഹാമിന് ശേഷവും ഇസ്രായേൽ ജനത്തെ നടത്തിയ രാജാക്കന്മാരും ഇസ്രായേൽ ജനത്തെ ഭരിച്ച രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിലും അബ്രാഹാമിൻ്റെ ജീവിതം വലിയ വ്യത്യസ്തമായി നമുക്ക് കാണപ്പെടാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണ്? നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ പറയുന്നത്. എന്താണ് പറയുന്നത്? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. നമുക്ക് പിന്നെ ആകെ അറിയാവുന്ന 3 വാക്യങ്ങളാണുള്ളത്. ഒന്ന്, ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. രണ്ടാമത്തെ വാക്യം 23-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു. 3-ാമത്തെ വാക്യം ഇതാണ്, മത്തായി 1:1. ഏതാ? അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. ഈ 3 വാക്യങ്ങളാണ് നമുക്ക് ആകെ അറിയാവുന്നവർ. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഓർക്കാറുണ്ട്, 3 വാക്യങ്ങളെങ്കിലും അറിയാവല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം, ആമേൻ. അപ്പം പുതിയ നിയമം ആരംഭിക്കുന്നത് തന്നെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ പേര് പറയുന്ന അബ്രാഹാമിനെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ആരംഭം കുറിക്കുന്ന പേര് അത് അബ്രാഹാമിൻ്റെ പേരാണ്. സ്തോത്രം. മറ്റൊരു വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിൻ്റെ മക്കളെന്ന് അറിവീൻ എന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഏകദേശം 300-ൽ പരം പ്രാവശ്യം ഈ അബ്രഹാം എന്ന പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പ്രാവശ്യമാണ്? 300-ലധികം പ്രാവശ്യം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ അബ്രഹാമിൻ്റെ പേര് ഒരുപാട് തവണ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ സത്യവേദ പുസ്തകത്തിൻ്റെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അബ്രഹാം ഒരു അസാധാരണ വ്യക്തിപ്രഭാവമായിരുന്നു. ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തനായ ഒരു മനുഷ്യൻ, വിശ്വാസത്തിൻ്റെ വീരനായ അബ്രഹാം. ആ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്, നാം ഒരുമിച്ച് ആമേൻ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. ഈ 12-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ബൈബിൾ ഉള്ളവരെല്ലാം ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. സ്തോത്രം. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം ഒന്ന് ഉയർത്തി കാണിച്ച്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ വചനത്തിനായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. കാലിൻ്റെ ദീപം, അങ്ങനെ ഒരു ഫ്രൈസ് ഒരു ആംഗലേയ സാഹിത്യത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. കാലിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ നീ നടക്കേണ്ടുന്ന വഴിയിൽ നിനക്ക് പ്രകാശമായി തീരുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം, ആമേൻ. ഈ 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചാട്ടെ. എന്നാ ആദ്യം ഇങ്ങനെ വായിച്ചേ. യഹോവ അബ്രാഹാമിനോട് എന്ന് അവിടെ എഴുതിയിട്ടില്ല. നോക്കിയേ, ബൈബിളിൽ നോക്കിയേ, ഉണ്ടോ? ബൈബിളിൽ നോക്ക്, എന്താ എഴുതിയിരിക്കുന്നേ? യഹോവ അബ്രാമിനോട്. അപ്പൊ നമ്മൾ ഈ അബ്രാഹാം എന്ന് പറയുന്ന അബ്രാഹാമിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? അബ്രാം എന്നായിരുന്നു. പക്ഷെ ആരാണ് അബ്രാമിന്റെ പേര് മാറ്റിയത്? യഹോവയായ ദൈവമാണ്
അബ്രാമിൻ്റെ പേര് മാറ്റിയത്. സ്തോത്രം. അബ്രാമിനോട് യഹോവ അബ്രാഹാമിനോടല്ല, അബ്രാമിനോട് അരുളി ചെയ്തത്. അബ്രാം എന്ന പേരിൻ്റെ അർത്ഥം ബഹുമാന്യനായ പിതാവ് എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ബഹുമാന്യനായ പിതാവ്. എന്നാൽ ദൈവം അവൻ്റെ പേര് മാറ്റി നീ അബ്രാഹാം ആയി മാറി, അല്ലെങ്കിൽ അബ്രാഹാം എന്ന് യഹോവ അവനെ വിളിച്ചപ്പോൾ ബഹുമാന്യനായ പിതാവ് എന്ന അർത്ഥത്തിൽ നിന്നും അവനെ ബഹുജനതകൾക്ക്, ബഹുജാതികൾക്ക്, വിശ്വാസികൾക്ക് പിതാവ് എന്നൊരർത്ഥത്തിലാണ് അവൻ്റെ പേരിനെ അവൻ മാറ്റിയത്. മനസ്സിലായോ? അബ്രാം എന്ന പേരിൻ്റെ അർത്ഥം ബഹുമാന്യനായ പിതാവ്. എന്നാൽ അബ്രാഹാം എന്ന പേരിൻ്റെ അർത്ഥം ബഹുജാതികൾക്ക്, ബഹുജനതകൾക്ക് പിതാവ് എന്നാണ്, അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവ് എന്ന് അവനെ മാറ്റുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഒരുത്തനെ വിളിക്കുമ്പോൾ, സ്തോത്രം, അവൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ ദൈവം വരുത്തിക്കൊള്ളും. സ്തോത്രം. അമ്മേ, നമ്മുടെ വിളിക്ക് അനുസൃതമായി ദൈവം നമ്മെ മാറ്റുന്ന ദൈവമാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്നെ ഒരു വിശ്വാസിയായിരിക്കാനാണ് ദൈവം വിളിച്ചതെങ്കിൽ, നിന്നെ ഒരു ശുശ്രൂഷകനായിരിക്കാനാണ് ദൈവം വിളിച്ചതെങ്കിൽ, ഹല്ലേലൂയ, ആ അങ്ങനെ ആയിരിക്കേണ്ട തലത്തിലേക്കുള്ള ഒരു മാറ്റം ദൈവം നിന്റെ കുടുംബത്തിനകത്തും, ദൈവം നിന്റെ ജോലി സ്ഥലത്തും, നീ പോകുന്നിടത്തേക്കെയും ദൈവം നിനക്ക് അനുകൂലമായി മാറ്റങ്ങളെ വരുത്തുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവം അവൻ്റെ പേരിനെ മാറ്റി എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. സ്തോത്രം. അബ്രഹാമിന് ഭാര്യയുടെ പേരെന്താണ്? സാറ, അല്ലേ? സാറായി എന്നായിരുന്നു അവളുടെ പേര്. പക്ഷേ ആ പേരെന്താക്കി മാറ്റി? സാറ എന്നാക്കി മാറ്റി. സ്തോത്രം. അബ്രഹാമിൻ്റെ ദാസി ആരായിരുന്നു? ആരാ? അന്നമ്മയോ? ഹാഗാർ. അതായത് അബ്രഹാമിൻ്റെ ഭാര്യ സാറ, അബ്രഹാമിൻ്റെ ദാസി ഹാഗാർ. ആ ദാസിയിലാണ് അബ്രഹാമിന് ഇസ്മായേൽ ജനിക്കുന്നത്. സാറായിക്ക് ശേഷം അബ്രഹാം മറ്റൊരാളെ വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ച ആളുടെ പേരെന്താണ്? കെദൂറ. അങ്ങനെയാണ്, കെദൂറ. സ്തോത്രം. അങ്ങനെ 3 ഭാര്യമാരിൽ നിന്നും മക്കൾ